ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹ്യൂമാനിറ്റീസ് അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മാനവികത, മാനവിക വിഷയങ്ങൾ. സോ ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യനില്ല. കാരണം മനുഷ്യനല്ലേ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. അതുകൊണ്ട് മനുഷ്യത്വം അല്ലേ? ഈ സത്വം എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതാണോ? അല്ല. സ്നേഹം, അനുകമ്പ അതെല്ലാം ഉള്ളത് മനുഷ്യന് മാത്രമല്ല, എല്ലാ ചരാചരങ്ങളിലും അതുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജീവനില്ല എന്ന് പറയുന്നതിൽ പോലും ആസ്ട്രോഫിസിക്സ് ഒക്കെ എന്താ പറയുന്നത്? അതിനെല്ലാം ജീവനുണ്ട്, നമുക്ക് അറിയുന്നില്ല. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ആ ഒരു സട്ടിലായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലില്ല. അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റി ഈക്വൽ ടു ഹാർമണി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട് ദുരന്തം നമ്മളെല്ലാം കണ്ണീരിലാഴ്ത്തിയതാണ്. എല്ലാ ദുരന്തങ്ങളും നമ്മളെ കണ്ണീർ പുഴയിലാണ് ആഴ്ത്തുന്നത്. ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര സങ്കടമാണ്. അപ്പോൾ ഈ സങ്കടം നമുക്ക് മാത്രമായിരിക്കും ഉള്ളത്? അല്ലല്ലോ. നമുക്ക് സംസാരിക്കാൻ കഴിയും, കരയാൻ കഴിയും. കരയാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ മരങ്ങൾക്കും പാറക്കൂട്ടങ്ങൾക്കും ഒക്കെ കണ്ണീരുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ചിട്ടാണോ? അല്ല. പ്രകൃതി അതിൻ്റെ ദേഷ്യം, അമർഷം കാണിച്ചതാണോ നമ്മളോട്? അല്ല, ഒരിക്കലും അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വേരുകൾ മാക്സിമം ശക്തിയോടെ മണ്ണിനോട് ചേർന്നിരുന്നിട്ടുണ്ടാവും. മണ്ണും കരഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഈ ജീവനുകൾ അരച്ച് കളയണ്ട. പക്ഷെ അവസാനം അതിൻ്റെ മിടുപ്പുകൾ, ദുഃഖിക്കുന്ന മിടുപ്പ് പോലും ഈ മനുഷ്യ ശരീരങ്ങളിൽ നമ്മൾ അടക്കുന്നതും ആ മണ്ണിലാണ്, അതിലാണ് അലിഞ്ഞു ചേരുന്നത്. നമ്മളുടെ പൂർവികർ ചെയ്ത അസൂയയുടെയും അത്യാഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് എല്ലാ നാച്ചുറൽ കലാമിറ്റീസും. നേച്ചർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതിന് ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ വന്യജീവി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ ഒരു കൊമ്പനാന, ഒരു കുട പോലെ അവർക്ക് തണലായി നിന്ന. അത് മാത്രം ചിന്തിച്ചാൽ മതി. വാട്ട് ഈസ് ഹ്യൂമാനിറ്റി? വാട്ട് ഈസ് ഹാർമണി? ഹാർമണി ഈക്വൽ ടു ഹ്യൂമാനിറ്റി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്.